എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ സദാചാരം ഗുണ്ടായിസം കാണിക്കുന്നത് കൂടുതലും പുരുഷന്മാരായിരുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഒട്ടനവധി വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്ന വാർത്തകളിലൊക്കെ പുരുഷന്മാരായിരുന്നു ഈ പ്രവൃത്തികൾ ചെയ്തിരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. 2-3 വർഷങ്ങൾക്ക് മുന്നേ ട്രിവാൻഡ്രത്തെ ഒരു ഉൾമേഖലയിൽ നല്ല ഭംഗിയുള്ളൊരു പ്രദേശം കാണാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന സംഘമാണ്. അവർ ആ സ്ഥലം കാണാൻ ചെന്നപ്പോൾ അവിടുത്തെ പുരുഷന്മാർ, ഒരുപാട് പുരുഷന്മാർ ഇറങ്ങി വന്ന് അവർക്ക് നേരെ ആക്രോശിക്കുകയും അവരെ വിരട്ടി ഓടിക്കുന്നതും അസഭ്യ വർത്തമാനങ്ങൾ അവർക്ക് നേരെ ചൊരിയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. സത്യം പറഞ്ഞാൽ ആ വിഷ്വൽസ് കണ്ടപ്പോൾ നമുക്ക് തന്നെ ഒരു ഭയം തോന്നും. അപ്പോൾ അതിലൊക്കെയും നിറഞ്ഞു നിൽക്കുന്നത് പുരുഷന്മാരായിരുന്നത് കൊണ്ടായിരിക്കാം എൻ്റെ മനസ്സിൽ ഈ സദാചാര ഗുണ്ടായിസം എന്ന് പറയുന്നത് അത് പുരുഷന്മാർ മാത്രം കാണിക്കുകയുള്ളൂ എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ തോന്നലുകളെല്ലാം തെറ്റായിരുന്നു. എൻ്റെ തോന്നലുകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണിച്ചു തന്നു. എന്താണെന്നറിയാമോ? കേരളത്തിലെ സദാചാര ഗുണ്ടായിസത്തിന് കൊടി പിടിക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾക്കാണ് ഈ സദാചാര ഗുണ്ടായിസം എന്നുള്ളൊരു വൃത്തികെട്ട ബോധം ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടു. അല്ലെ, ഇതൊന്നുമല്ല, എന്നെ അത്ഭുതപ്പെടുത്തുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സ്ത്രീകളും പുരുഷന്മാർക്കായിരുന്നു ഭയങ്കര സങ്കടം. അവർക്ക് ഇങ്ങനെ എല്ലായിടത്തും പ്രസംഗിക്കുമ്പോൾ പറയുമായിരുന്നു, സ്ത്രീകളെ നിങ്ങൾ ഇങ്ങനെ അബലകളായിട്ടൊന്നും ഇരുന്നാൽ പോരാ, നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും, അതെ, നിങ്ങളുടെ കണ്ണിൽ കൊള്ളില്ല എന്ന് തോന്നുന്ന എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾ അങ്ങോട്ട് വിമർശിക്കുക, നിങ്ങൾ അങ്ങോട്ട് പ്രതികരിക്കുക. പ്രതികരണ ശേഷിയും ഇല്ലാതിരുന്നാൽ നിങ്ങൾ ഒന്നിനും കൊള്ളില്ല, സ്ത്രീകളായാൽ നിങ്ങൾക്ക് പ്രതികരിക്കണം. ഇങ്ങനെ സ്ക്രൂ കയറ്റിയതുകൊണ്ടാണോ, പുരോഗമന ചിന്താഗതി ഇവരുടെ ഉള്ളിലേക്ക് വന്നതുകൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല. ഇവരുടെ കണ്ണിൽ കൊള്ളില്ലാത്ത എന്ത് കാര്യങ്ങൾക്കും ഭയങ്കര സദാചാര ബോധത്തോടു കൂടി വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ സ്ത്രീകളെ നിങ്ങൾ അബലകളല്ല, നിങ്ങൾ എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കുമെന്ന് മോട്ടിവേറ്റ് ചെയ്ത ആളുകളെ നിങ്ങളോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് സ്ത്രീകളുടെ പുരോഗമനം, എങ്ങനെയുണ്ട്? അവരുടെ തൻ്റെ ഇടമൊക്കെ എങ്ങനെയുണ്ട്? അബലകളാണോ? അല്ല, അവരുടെ സദാചാര ഗുണ്ടായിസം വരെ ഇപ്പൊ വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ അഭിമാനിക്കുകയാണോ അപമാനിക്കുകയാണോ എന്നൊന്നും അറിയത്തില്ല. എങ്കിലും എന്ത് കാര്യത്തെയും, അതായത് തെറ്റായ രീതിയിൽ കാണുകയും അതിനെതിരെ മോശമായ രീതിയിൽ സ്വന്തം നിലവാരം മറ്റുള്ളവർക്ക് മനസ്സിലാകും. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ലോ ലെവലാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ, അതായത് മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ആൾ വീഡിയോ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ പോലും ആ ഒരു സ്റ്റാൻഡിന് ഇളക്കം വരുത്താതെ, നിലപാടുകൾക്ക് മാറ്റമില്ലാതെ ആ വൃത്തികെട്ട നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതികരിക്കുന്ന സദാചാര ഗുണ്ടായിസം കൊണ്ട് നടക്കുന്ന സ്ത്രീകൾ കേരളത്തിൽ കൊടികുത്തി വാഴുന്നു എന്നുള്ളതിന്റെ തെളിവ് കുറച്ച് ദിവസങ്ങളായി നമ്മളിങ്ങനെ മനസ്സിലാക്കി കൊണ്ടുവരികയാണ്. ആ വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, BP ലോ ആയിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ വാങ്ങിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ അദ്ദേഹം വളരെ അവശനായിരുന്നപ്പോൾ ആ കാർ ഒന്ന് പാർക്ക് ചെയ്തിട്ട് തന്റെ ഭാര്യയുടെ മടിയിലേക്ക് തല ചായച്ചു. മനസ്സിലായില്ലേ? അപ്പൊ തല ചായ്ക്കുന്നത് ദൂരെ നിന്ന് ഒരു കുലസ്ത്രീ കണ്ടു. കുലസ്ത്രീ എന്ന് പറയാൻ പറ്റും, അതൊരു പെൺകുട്ടിയാണ്. പെൺകുട്ടിക്ക് ഇത്രമാത്രം സദാചാര ബോധം ഗുണ്ടായിസം ഒക്കെ എങ്ങനെ വന്നു എന്നുള്ള കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടി ഇവളുടെ വീടിന്റെ ജനലിൽ കൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയപ്പോൾ കാറ് അവരുടെ ആ വഴിയിൽ കൊണ്ട് നിർത്തി. ഇവരുടെ വീടിന്റെ മുറ്റത്തല്ല, ഇവരുടെ വീടിനോട് ചേർന്നുള്ള വഴിയിൽ. അപ്പൊ വീടിന്റെ മുന്നിൽ കൂടെ NH പോവുകയാണെങ്കിലും അത് പുള്ളിക്കാരത്തിന്റെ സ്വന്തമാണ് എന്നങ്ങ് വിചാരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ വഴിയിൽ ഒരു വണ്ടി നിർത്തിയിരിക്കുന്നു. അപ്പൊ പിന്നെ ഒളിഞ്ഞു നോക്കാതിരിക്കാൻ പറ്റുമോ? വീണ്ടും 10-15 മിനിറ്റ് ഈ കർട്ടന്റെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കിയപ്പോൾ പുള്ളിക്കാരത്തെ വ്യക്തമായിട്ടൊരു കാഴ്ച കണ്ടു. ഈ പുരുഷന്റെ അടുത്തിരിക്കുന്ന സ്ത്രീയുടെ മടിയിൽ തല വെച്ചുകൊണ്ട് കിടക്കുകയാണ്. തീർന്നില്ല, ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തെറ്റുകൾ ചെയ്യാനുണ്ടോ? ഇദ്ദേഹം ആവർത്തിച്ച് ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണെന്ന്. പെൺകുട്ടിക്ക് അതൊന്നും വിശ്വാസമില്ല. കാരണം പെൺകുട്ടിയുടെ കണ്ണിൽ ആരിനി ഭാര്യയും ഭർത്താവുമാണ്, ഇനി അതിനപ്പുറമുള്ള പവിത്രമായ ബന്ധങ്ങൾ കൊണ്ടുപോകുന്ന ആര് ചേർന്നിരുന്നാലും പെൺകുട്ടിക്ക് അത് അശ്ലീലം മാത്രമായിരിക്കും. അതെന്താ അങ്ങനെ തോന്നലെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പുള്ളിക്കാരത്തിന്റെ കണ്ണിന്റെ പ്രശ്നമാണോ, ചിന്തകളുടെ പ്രശ്നമാണോ, അതോ അങ്ങനെ തന്നെയാണോ എന്നൊന്നും അറിയത്തില്ല. എങ്കിലും ആ ഒരു പ്രതികരണം അവിടെ ആവശ്യമുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ആ പ്രതികരിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ, ഈ വിജയശാന്തി അല്ലെങ്കിൽ വാണി വിശ്വനാഥ് സിനിമകളുടെ അവിടുത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, വിജയശാന്തിയും വാണി വിശ്വനാഥൊക്കെ ചെയ്തിരുന്ന ആ ക്യാരക്ടേഴ്സിനെ പോലെ ഭയങ്കര ഗുമ്മുള്ള ഒരു കഥാപാത്രത്തിലേക്ക് പുള്ളിക്കാരത്തി പരകായ പ്രവേശം നടത്തി പോവുകയാണ് ചെയ്തത് കേട്ടോ. അതായത് മുന്നിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തി ക്യാപ്ചർ ചെയ്യാണ്, വീഡിയോ ക്യാപ്ചർ ചെയ്യാന്ന് മനസ്സിലായിട്ടും എന്തായാലും വീഡിയോ എടുക്കാം, പിന്നെ എങ്കിൽ പിന്നെ നല്ലൊരു ഗുമ്മിട്ട് ഞാൻ അവിടെ ഒരു ക്യാരക്ടറിലേക്ക് പരകായ പ്രവേശനം ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് അഭിനയിച്ച് തകർക്കുകയാണ് ചെയ്യുന്നത്. അഭിനയമല്ല, ആ വ്യക്തിത്വം അങ്ങനെയാണ്. സദാചാര ഗുണ്ടായിസം, സദാചാരം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ ചെറിയ പെൺകുട്ടികൾക്ക് ഇതൊക്കെ എങ്ങനെ വന്നു? അതും ഈ ഒരു ജനറേഷനിൽ, അത് ഇനി ഏത് ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നവരാണെങ്കിലും ഇത്ര ഇടുങ്ങിയ രീതിയിൽ ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ എന്നെ അത്ഭുതപ്പെടുത്തി. ഇതൊക്കെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ, ഒരു 10-40 വയസ്സുള്ള സ്ത്രീകളായി കഴിഞ്ഞാൽ ഇവർ മാറുമെന്ന് തോന്നുന്നുണ്ടോ? കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യന്മാർ മാറും എന്ന് പറയുന്നത് എല്ലായിടത്തും അങ്ങ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇനി ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരാം. ഇദ്ദേഹം പലതവണയായി പറയുന്നു ഇദ്ദേഹം ഹോസ്പിറ്റലിൽ പോയതാണ്, കൂടെയുള്ളത് വൈഫാണ്. എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയത്? BP ലോ
അതുകൊണ്ട് മനസ്സിലായില്ലേ? അപ്പോൾ BP ലോ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകും. എനിക്കൊക്കെ ഇടയ്ക്ക് BP ലോ ആകാറുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ BP ലോ ആയെന്ന് നമ്മൾ മനസ്സിലാകുന്നത്? നമ്മുടെ തല ഇങ്ങനെ വട്ടത്തിൽ കറങ്ങും അല്ലേ? പെട്ടെന്ന് നമുക്ക് ക്ഷീണം, തളർച്ച, പെട്ടെന്ന് നമ്മളിങ്ങനെ വീർക്കും അല്ലേ? ഏറ്റവും കൂടുതലായിട്ട് തലകറക്കം ഉണ്ടാവും. അപ്പോൾ ഈ വണ്ടി ഓടിച്ച് വരുന്ന വഴിക്ക് ഇദ്ദേഹത്തിന്റെ BP ലോ ആവുന്ന സമയത്ത് പുള്ളി ക്ഷീണിതനായിട്ടുണ്ടാവും. ഈ പ്രായമുള്ളവർക്കൊക്കെ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു തലകറക്കവും വോമിറ്റിംഗ് സെൻസേഷൻ ഒക്കെ തോന്നുന്ന സമയത്ത് നമ്മുടെ മടിയിൽ തലവെക്കും അല്ലേ? മടിയിലല്ല, അവർക്ക് ആ സീറ്റിൽ തന്നെ തലവെച്ച് കിടക്കാൻ ബുദ്ധിമുട്ടാണ്. തല ഇങ്ങനെ ഉച്ച കിഴുക്കാൻ പാടിരിക്കുന്നത് പോലെ അവർക്ക് തോന്നും. അപ്പോൾ ആരുടെ ആണെങ്കിലും മടിയിൽ തല വെച്ചൊന്ന് കിടന്നൊന്നിരിക്കും. അപ്പൊ അതിനെയാണ് ഈ പെൺകുട്ടി വളരെ അശ്ലീലത്വമയത്തോടുകൂടി ഇങ്ങനെ പ്രതികരിക്കാൻ വന്നത്. പുള്ളിക്കാരത്തെ വിചാരിച്ചു ഈ വീഡിയോ അങ്ങോട്ട് എന്തായാലും അവൻ വീഡിയോ എടുക്കുകയാണ്, അതിൽ നല്ല രീതിയിൽ അങ്ങോട്ട് ആക്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇമേജ്, ഞാനൊരു വിജയശാന്തിയോ മാണി വിശ്വനാഥൊക്കെ ആകും എന്നുള്ളതൊക്കെ ആയിരിക്കാം ചിന്ത. പക്ഷെ ഒത്തില്ല. അപ്പൊ ഈ ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടിക്ക് തീരെ പ്രായം കുറവാണ്, അവളുടെ അമ്മയാണെന്ന് തോന്നുന്നു, അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പൊ ഇവര് കുടുംബമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഇവരുടെ കണ്ണിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആണും പെണ്ണും ചേർന്നിരുന്നാലോ അല്ലെങ്കിൽ ഇതുപോലെ വയ്യാത്ത അവസ്ഥയിൽ ക്ഷീണിതനായി കിടക്കുന്ന സമയത്ത് ഇവരുടെ കണ്ണിൽ അസുഖമോ ഒന്നുമല്ല, അത് മ്ലേച്ഛമായ എന്തോ കാര്യമാണെന്ന് ഇവർക്ക് തോന്നും. ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്തോ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? ഇവരുടെ വീടിന്റെ മുന്നിലൂടെ വഴി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ വീടിന്റെ മുന്നിൽ കൂടെ NH പോവുകയാണെങ്കിലും അത് ഇവരുടെ വീടിന്റെ മുന്നിലുള്ള ആ അത്രയും ഭാഗം ഇവരുടെ പ്രോപ്പർട്ടി ആയിട്ട് ഇവരങ്ങ് കയ്യേറി വെച്ചേക്കും എന്നാണോ അർത്ഥം? അതായത് വീടിന്റെ മുന്നിലൂടെ വഴിയാണ്, വഴിയിൽ വണ്ടി ഓടിക്കും, വണ്ടി പാർക്ക് ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യും. അത് ചോദിക്കാനുള്ള അധികാരം ഇവർക്കുണ്ടോ? ഇല്ല. പക്ഷേ ഈ ഒളിഞ്ഞു നോട്ടമുണ്ടല്ലോ, വീടിന്റെ ജനൽ എന്ന് പറയുന്നത് ഒളിഞ്ഞു നോക്കാൻ മാത്രമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ ആളുകൾ കർട്ടനൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കും. പക്ഷേ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും, 2-4 കണ്ണുകൾ അതിന്റെ ഇടയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള വർഗ്ഗക്കാരാണ് ഈ പെൺകുട്ടി. അതായത് സദാചാര ഗുണ്ടായിസം കാണിച്ച സദാചാര ഗുണ്ടി ഈ ഒരു ടൈപ്പാണ്. കാരണം പുള്ളിക്കാരത്തി പറയുകയാണ്, കുറച്ചു നേരം മുന്നേ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ജനലിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ ഈ ഒളിഞ്ഞു നോക്കിയത് കൊണ്ടല്ലേ ഈ സംഭവം കണ്ടത്. ഒളിഞ്ഞു നോക്കുന്നത് എന്തിനാണ്? എന്തോ ഒരു സംഭവം ഉള്ളിൽ വെച്ചിട്ടാണല്ലോ ഒളിഞ്ഞു നോക്കുന്നത്. അപ്പൊ ആ കണ്ണോട് കൂടി അല്ലെങ്കിൽ ആ ചിന്തയോട് കൂടി ഒളിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ ഇനി ഒരുത്തൻ ബോധം കെട്ട് കിടക്കുവാണെങ്കിൽ അവനെന്തോ വൃത്തികേട് കാണിക്കുകയാണെന്ന് മാത്രമേ ഈ പെൺകുട്ടിക്ക് തോന്നുള്ളൂ, ഇങ്ങനെയുള്ള ആളുകൾക്ക് തോന്നുള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സദാചാര ഗുണ്ടകൾ എന്ന് പറയുന്നത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ചിന്താഗതികളും കൊണ്ട് നടക്കുന്നത്, ഇതിന് കൊടി പിടിച്ച് നടക്കുന്നത് സ്ത്രീകളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ. അതിൽ അനുമോൾക്കെതിരെ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ട എന്ന് കരുതി അനുമോളെ ഇഷ്ടമല്ല എന്നുള്ളതൊന്നും അല്ല. പക്ഷെ ആ ഒരു വീഡിയോ ഇട്ട് അതിന്റെ കമന്റ് സെക്ഷൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, സദാചാര ഗുണ്ടകൾ പുരുഷന്മാരല്ല, സ്ത്രീകളാണ്. സ്ത്രീകൾ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ഗിസയിലും ആര്യനും തമ്മിലുള്ള ആ ഒരു വീഡിയോ, അത് അവരങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ആ വീഡിയോ വീണ്ടും കാണിച്ചില്ല എന്നൊക്കെ എങ്ങനെയാണ് ഇവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്? അപ്പം നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇത്ര നാളുള്ള എന്റെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരായിരുന്നു സദാചാര ഗുണ്ടകൾ. പുരുഷന്മാരിൽ ചിലരും സദാചാര ഗുണ്ടായുസം ഒക്കെ കാണിക്കുന്നത് നമ്മൾ വാർത്താ മാധ്യമങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അവരെക്കാൾ കൂടുതൽ അവർക്ക് കൊടി പിടിച്ചു കൊടുക്കുന്ന ഒരുപാട് സ്ത്രീകൾ സദാചാര ഗുണ്ടായുസം കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇതിൽ പുരുഷൻ, സ്ത്രീകളെ അധിക്ഷേപിച്ച് പറയുന്നു, പുരുഷന്മാരെ പുകഴ്ത്തി പറയുന്നു, ഒന്നുമല്ല. നമ്മൾ കണ്ട കാഴ്ചകളാണല്ലോ, നമ്മുടെ കൺമുന്നിൽ വന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആ പെൺകുട്ടിയെ കുറ്റം പറയുന്നു, നീ അങ്ങനെയൊക്കെ പറഞ്ഞു പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ നിന്നാലുണ്ടല്ലോ, തെറ്റ് ചെയ്ത് ശരി ചെയ്ത് എന്നുള്ളൊരു കാര്യം, ഈ ആള് കൂടിയാൽ പാമ്പ് ചാകില്ല എന്നുള്ളൊരു കടങ്കഥ കേട്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ ആയിപ്പോവും. സത്യം അങ്ങ് മാഞ്ഞു പോവും, തെറ്റ് പൊന്തി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാര്യത്തിനെ സപ്പോർട്ട് ചെയ്ത് എന്ത് കാര്യമാണോ ആ ഒരു സബ്ജക്റ്റിനെ നമ്മൾ ഊന്നി പറയുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.